നേരത്തെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ സിംബാബ്വെ സീരീസ്, അയർലൻഡ് സീരീസ് എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എക്സ്പെരിമെന്റ് നടത്താനുള്ള, ഇന്ത്യയുടെ എ ടീമിന് പോയി പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിക്കേ, ഇന്ത്യയുടെ ഫുൾ സ്ട്രെങ്ത് ടീമുമായിട്ടാണ് പോയി വൈറ്റ് വാഷ് ആയിട്ട് വരുന്നത്. T20 വേൾഡ് കപ്പ് ജയിച്ച ടീമുമായിട്ട് പോയിട്ട് അയർലൻഡിൽ പോയി വൈറ്റ് വാഷ്, ഇംഗ്ലണ്ടിൽ പോയി വൈറ്റ് വാഷ്. കളിച്ച 6 കളിയിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ തോറ്റു എന്ന്, ഒരു കളി പോലും ജയിച്ചില്ല എന്ന്. ചേസ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേനും ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ലൊരു ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ബോർഡിലോട്ട് വെക്കാൻ കഴിയാതെ നമ്മുടെ ചാമ്പ്യന്മാർ, ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ തോറ്റുപോയി. അപ്പോഴാണ് സിംബാബ്വെ സീരീസ് വരുന്നത്. സിംബാബ്വെ ഒരു ചെറിയ മീനല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം അവർ ആസ്ട്രേലിയയെ കൂട്ടുള്ള മൈറ്റി ആസ്ട്രേലിയ വരെ തോൽപ്പിച്ചിട്ടുള്ള ടീമാണ്, ചലഞ്ച് കൊടുക്കുന്ന ടീമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ നോക്കുവാണെങ്കിൽ അവരുടെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ട് വരുന്ന ഒരു ടീമാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ T20 വേൾഡ് കപ്പിനകത്തുള്ള എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാറ്റിങ്ങിനകത്ത് സഞ്ജു സാംസൺ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. ബോളിങ്ങിലാണ് നോക്കുവാണെങ്കിൽ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈഡ്, ബോളിംഗ് വലിയൊരു കൺസേൺ തന്നെയാണ് കുറേ പ്ലേയേഴ്സിനെ പരിശോധിക്കുകയാണെങ്കിൽ. ഇതാണ് ഒരു വ്യത്യാസം. നേരത്തെ നോക്കുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഭയം മറ്റുള്ള ടീമുകൾക്കുണ്ടായിരുന്നു. ഡെയിൽ സ്റ്റെയിൻ ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞു പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യണം, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് മാക്സിമം സ്ലോ ബോൾ, സ്ലോ കട്ടർ എറിയണമെന്ന് പറഞ്ഞു. അതുപോലെ ഡെയിൽ സ്റ്റെയിൻ എന്താണോ പറഞ്ഞത് അതാണ് സൂപ്പർ 8-നകത്ത് സൗത്ത് ആഫ്രിക്ക ചെയ്തത്. ഏകദേശം 78% സ്ലോ ബോളും സ്ലോ കട്ടറും നക്കിൾ ബോളും ഒക്കെ എറിഞ്ഞ് ഇന്ത്യയെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു, ഇന്ത്യയെ പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇപ്പം മറ്റൊരു ട്രെൻഡാണ് ഹിറ്റ് ദ ഡെക്ക് ഹാർഡ്. അതായത് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ഇന്നലെ അല്ല, മുൻകാലങ്ങളിൽ നമ്മുടെ സീനിയർ താരങ്ങൾ പോലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെങ്ത് ആണ്, ഒരു 8 മീറ്റർ ലെങ്ത്, 6 മീറ്റർ ലെങ്ത്. അതിലെറിയുവാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പിടിക്കാൻ വേണ്ടി ഒന്നല്ല 3 സൊല്യൂഷൻസ് ആണ് ഇപ്പം ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന്, പേസ് ഓഫ് ചെയ്തിട്ട് ബോൾ ചെയ്യും. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് നോക്കുകയാണെങ്കിൽ ഇനഫ് ആയിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള പേസും ബൗൺസും കൊടുക്കത്തില്ല, പിച്ച് ഫ്ലാറ്റ് ആണെങ്കിൽ പോലും. അവിടെ വന്നിട്ട് മാക്സിമം നോക്കുകയാണെങ്കിൽ സ്ലോ ബോൾ എറിയും. അത് കഴിഞ്ഞിട്ട് മിഡിൽ ഓർഡറിലോട്ട് വരുമ്പോഴത്തേന് സ്പിന്നർമാരെ കൊണ്ടുവരും. സ്പിന്നർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മിക്കുള്ള ബാറ്റ്സ്മാൻമാരുടെ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മിഡിൽ ഓർഡറിനകത്ത് സ്പിന്നർമാർക്കെതിരെ 108, 100 ആ ഒരു സ്ട്രൈക്കറിലോട്ട് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ മാറി. തിലകവർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് 108 റൺസാണ് സ്പിന്നർമാർക്കെതിരെ ഉള്ളത്. നമ്മളൊരു ഫിനിഷറായിട്ട് നമ്പർ 5 കളിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു അവസ്ഥ നോക്കിക്കേ. പേസ് ഓഫ് അതുപോലെ തന്നെ സ്ലോ ബോളിനെതിരെ നമ്മൾ മിഡിൽ ഓർഡറിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂ ബോളിനകത്ത് ഇപ്പം പേസ് ബോളർമാർ ഉപയോഗിക്കുന്നത് ഹിറ്റ് ദ ഡെക്ക്, മാക്സിമം വരുമോ ഹിറ്റ് ദ ഡെക്ക് എറിയുക. 1 6 അടിച്ചോ 2 6 അടിച്ചോ, പക്ഷേ 10 ബോളിനകത്ത് നിന്നെ എണ്ണം പറഞ്ഞ് ഞങ്ങൾ കയറ്റി വിടുമെന്ന് പറഞ്ഞ രീതിയിലാണ് അവർ ബോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോഫ് ആർച്ചറിഞ്ഞോട്ട് വന്നിട്ട് നീ 2 6 അടിക്കുന്ന അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം നിന്നെ എങ്ങനെ ഔട്ടാക്കണം സൂര്യവംശി, എനിക്ക് എങ്ങനെ നിന്നെ ഔട്ടാക്കണം ഇഷാൻ കിഷൻ, എനിക്ക് നിന്നെ എങ്ങനെ ഔട്ടാക്കണം അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞ പോലെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ആ ട്രാപ്പിലോട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് തള്ളി വിടുമായിരുന്നു. ആ തള്ളി വിട്ടതിലോട്ട് പോയി വീഴുമായിരുന്നു. ഇന്ന് തിലകവർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഞങ്ങൾ കണ്ടീഷനെ റെസ്പെക്ട് ചെയ്ത് കണ്ടീഷനെ മനസ്സിലാക്കി കളിക്കും. കഴിഞ്ഞ പരാജയങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടു, പഠിച്ചു എന്നൊക്കെ പറയുന്നു. നാളെ കളത്തിൽ കണ്ടാൽ മതി, ഇനിയുള്ള ഈ 3 കളിയിൽ കണ്ടാൽ മതി എന്താണ് നിങ്ങൾ പഠിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരണം. ഈ കളി തോറ്റാലും നാണക്കേടാണ്, ജയിച്ചാലും നാണക്കേടാണ്. ജയിച്ചാൽ താണ്ട ആദ്യത്തെ വിജയം സിംബാബ്വെക്കെതിരെയാണെന്ന് പറഞ്ഞ് എല്ലാവരും ട്രോളും. തോറ്റു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു ശവപ്പെട്ടിയിലോട്ട് കയറ്റുക, എവിടെയെങ്കിലും കുഴിച്ചു മൂടുക. അതാണ് ഏറ്റവും നല്ല ഒരു സ്ഥിതി ഈ ടീമിൻ്റെ. അതാണ് ഈ ഒരു ടീമിൻ്റെ പ്രശ്നം. അതായത് ഈ ടീമിൻ്റെ ബലഹീനതകൾ മറ്റ് ടീമുകൾക്ക് മനസ്സിലായി. നമ്മൾ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നില്ല. നമ്മൾ പ്രശ്നത്തെ പരിഹരിക്കാതെ പിന്നെയും കോംപ്ലിക്കേറ്റ് ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെലക്ടർമാർക്ക് അഹങ്കാരം, നമ്മുടെ ഹെഡ് കോച്ചിന് അഹങ്കാരം, അതുപോലെ നമ്മളൊരു അഹങ്കാരം പിടിച്ചൊരു ടീമായി പോയി, നമുക്ക് എന്തൊക്കെയോ ആയിപ്പോയി, നമ്മൾ എന്തൊക്കെയോ നേടിപ്പോയി എന്നുള്ള ഒരു വല്ലാത്തൊരു അഹങ്കാരമൊക്കെ വന്നുപോയി. ആ അഹങ്കാരത്തിനുള്ള പെർഫോമൻസ് നമ്മൾ കാണിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. പൂച്ച 4 കാലിൽ വീഴുന്ന പോലെയാണ് അയർലൻഡിൽ പോയി വീണത്, ഇംഗ്ലണ്ടിൽ പോയി വീണത്. ഇനി എവിടെയൊക്കെ വീഴാൻ കിടക്കുന്നു. ആ ഒരു ധാർഷ്ട്യവും ആ അഹംഭാവവും ഒക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. സഞ്ജു സാംസനെ കൂട്ടുള്ളവരെയൊക്കെ പിടിച്ച് ടീമിൽ നിന്ന് പുറത്താക്കുന്നു. സഞ്ജു സാംസന് മാത്രം റെസ്റ്റ്. ഒരു ഫോർമാറ്റ് കളിക്കുന്ന സഞ്ജു സാംസന് റെസ്റ്റ്, 2 ഫോർമാറ്റ് കളിക്കുന്ന ശ്രേയസ് അയ്യറിന് റെസ്റ്റ് ഇല്ല, ഇഷാൻ കിഷൻ റെസ്റ്റ് ഇല്ല, വാട്ടവർ. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ നമ്മുടെ ഒരു ടീം സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു പൊളിറ്റിക്കലായിട്ട് മാറിക്കഴിഞ്ഞു. അത് വേറൊരു സബ്ജക്റ്റാണ്, അതേക്കുറിച്ച് കൂടുതലായിട്ട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുവാണെങ്കിൽ എക്സ്പോസ് ആയിട്ടുണ്ട്. പൊതുവേ സിംബാബ്വെയുടെ പിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. ഫ്ലാറ്റ് അല്ല, സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചാണ്. പ്രത്യേകിച്ച് സിംബാബ്വെയുടെ ബോളർമാർ നോക്കുവാണെങ്കിൽ നല്ല ഹൈറ്റുള്ള ബോളർമാരാണ്. മുസ്രവാനി ആണെങ്കിലും റിച്ചാർഡ് ആണെങ്കിലും ഇവാനസ് ആണെങ്കിലും നോക്കുവാണെങ്കിൽ ആ ഒരു ഹിറ്റ് ദ ഡെക്ക് എറിയാൻ കഴിയുന്ന ബോളർമാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പിച്ചിൽ നിന്ന്
സ്പോഞ്ചി ബൗൺസും കിട്ടും. നമ്മൾ കണ്ടു ഇംഗ്ലണ്ടിൽ സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് ആയിരുന്നു, പക്ഷേ അവരുടെ പേസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ജോ ഫാർച്ചൻ്റെ പേസും ബ്ലെസ്സിംഗ് മുസൽമാനിയുടെ പേസും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവർ വേരിയേഷൻസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ബാറ്റ്സ്മാരെ വീഴ്ത്താൻ ശ്രമിക്കുകയോ ആ ഒരു ഹിറ്റ് ദ ഡക്കിൻ്റെ കൂടെ ആ സ്പോഞ്ചി ബൗൺസും അതുപോലെ തന്നെ വേരിയേഷൻസ് ഉപയോഗിച്ച് ഇന്ത്യയെ വീഴ്ത്താൻ നോക്കുമെന്നാണ് നമ്മൾ നോക്കി കാണുന്നത്. അതായത് സ്ലോയിഷ് ആയിട്ടുള്ള സർവീസ് നമ്മുടെ ബാറ്റ്സ്മാർ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. നമുക്ക് പേസ് വേണം, ട്രൂ ആയിട്ടുള്ള ബൗൺസ് വേണം. എക്സാമ്പിളിൽ വാങ്കഡയുടെ പിച്ച് ട്രൂ പേസ് ട്രൂ ബൗൺസ് നമുക്ക് ഇഷ്ടമുള്ളത്. എനിക്ക് എക്സ്ട്രാ കവറിൻ്റെ മണ്ടേ കൂടെ അടിക്കണോ, ലോങ് ഓണിൽ അടിക്കണോ, ലോങ് ഓഫിൽ അടിക്കണോ, സ്ക്വയറിൽ അടിക്കണോ, മിഡ് വിക്കറ്റിൻ്റെ മണ്ടേ കൂടെ അടിക്കണോ, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തെടുത്തോടെ അടിക്കാൻ പറ്റും ഇന്ത്യൻ കണ്ടീഷനിലെ ചില പിച്ചുകളിനകത്ത്. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് അങ്ങനെ കളിക്കാൻ കഴിയത്തില്ല. സ്പോഞ്ചി ബൗൺസ് ആണ്. മിഡിൽ ഓർഡറിലാകുമ്പോഴത്തേന് സ്പിന്നർമാർ വരുമ്പോഴത്തേന് പിച്ച് അല്പം കൂടെ സ്ലോ ആവാറുണ്ട്. ഇവിടത്തേക്ക് ഒരു സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 150, 160 കൂടുതലും എടുക്കുന്നത്. ഒരു ആവറേജ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 150, 160 ഒരു 170 ഉണ്ടെങ്കിൽ പൊതുവേ ഇവിടെയൊക്കെ ഒരു വിന്നിംഗ് സ്കോറായിട്ട് കണക്കാക്കപ്പെടും. ഇവിടെ ജയിക്കണമെങ്കിൽ പവർ പ്ലേ ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? പവർ പ്ലേയിൽ വലിയൊരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ബോളർമാർക്ക് കിട്ടത്തില്ല. പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യുന്ന ടീം നല്ലൊരു സ്കോർ പവർ പ്ലേക്കകത്ത് കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ജയിച്ച് കയറാൻ കഴിയും. കാരണം മിഡിൽ ഓർഡറിനകത്ത് റൺസ് സ്ലോ ആവും. ഡെത്തോളോട് വരുമ്പോഴത്തേന് സ്പോഞ്ചി ബൗൺസ് വരുമ്പോഴത്തേന് അവിടെ നോക്കുവാണെങ്കിൽ വേരിയേഷൻസ് കൊണ്ടുവന്നിട്ട് മാച്ച് സ്ലോ ആകും. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ബാറ്റ്സ്മാരുടെ റോൾ വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ സിംബാബ്വെ ബോളർമാരുടെ ഹൈറ്റ് എങ്ങനെയാണ് അവർ സ്ട്രഗിൾ ചെയ്യിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെന്ന്. ഇനി ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യുന്നു, പക്ഷേ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ വളരെ മോശം. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പിനെയാണ് ഇപ്പം ക്യാരി ചെയ്തിരിക്കുന്നത്. ഇവരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ശ്രേയസ് അയ്യർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ കൗതുകത്തോടെ ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. കാരണം നല്ല ബോളർമാരെ വെച്ചിട്ട് പോലും ഇംഗ്ലണ്ടിനെതിരെ അയർലൻഡിനെതിരെ ബോളിംഗ് റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു. 17ാമത്തെ ഓവർ നമുക്കറിയാം, മിക്കുള്ള കളിയിലും 17ാമത്തെ ഓവറാണ് കളി കൊണ്ട് കളഞ്ഞത്. സ്പിന്നറിനെ കൊണ്ടുവരും, 19 റൺസ്, 22 റൺസ്, 27 റൺസൊക്കെ വഴങ്ങി കളി തോൽപ്പിക്കും. അതുപോലെ തന്നെ ബോളർമാർ നല്ല വിധത്തിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവനെ മാറ്റിയിട്ട് അടുത്ത ആളെ കൊണ്ടുവരും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രിൻസ് യാദവ് നല്ല വിധത്തിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്ന് എന്തോ ചെയ്യും, ഷെഡ്ഗെ കൊണ്ടുവരും, ആ ഋതവും കളയും. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയിലുണ്ട്. ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ IPL മുതൽ ഇപ്പം വരെ 14 കളിയിൽ കേവലം ഒറ്റ ഒരു മത്സരമാണ് ജയിക്കാൻ കഴിയുന്നത്. സോ ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ സെക്യൂർ അല്ല. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനെ T20 വേൾഡ് കപ്പിന് മുമ്പ് എടുത്ത് കളയാൻ കഴിയുമെങ്കിൽ ശ്രേയസ് അയ്യറിൻ്റെ കാര്യം ഒട്ടും ഉറപ്പില്ല. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ വലിയ ഗോഡ് ഫാദർമാരൊന്നും ടീമിനകത്ത് ഇല്ലാന്താനും ഒരു ട്രെൻഡിൻ്റെ പുറകിൽ ശ്രേയസ് അയ്യറിനെ ടീമിലേക്ക് ചേർത്തതാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ശ്രേയസ് അയ്യറിനുണ്ട്. ബാറ്റ് കൊണ്ട് മാത്രമല്ല, അത് ക്യാപ്റ്റൻസിയിലും ആ ഒരു വിഷയം കാണണം. യാഷ് താക്കൂറിനെ കൂട്ടോളം ബോളർമാരെ ടീമിലേക്ക് എടുത്തു. അതായത് പഞ്ചാബിൻ്റെ ബോളർമാരെ ടീമിലേക്ക് എടുത്തു. യാഷ് താക്കൂർ അത്ര വലിയൊരു ബോളറാണോ? ഞാൻ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം യാഷ് താക്കൂർ നല്ല രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട്. വലിയ വേരിയേഷൻസോ വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബോളറാണ്. സോ ശ്രേയസ് അയ്യറിൻ്റെ വിഷൻ എന്താണ്, തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് ടീം സെലക്ഷനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ട്. സോ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരിക്കും ഈ സിംബാബ്വെ സീരീസ്. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിലോട്ട് പോകണമെങ്കിൽ അഭിഷേക് ശർമ്മ ഒരു കളിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അടുത്ത 2 കളിയിൽ പെർഫോമൻസ് ചെയ്യുന്നില്ല. വലിയൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നു, നല്ലൊരു ഫോമിലാണ് അഭിഷേക് ശർമ്മ എന്ന് പറയാൻ കഴിയാത്ത ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അഭിഷേക് ശർമ്മയെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് വരുവാണ്. വൈഭവ് സൂര്യവംശി നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡാണ്. ഇംഗ്ലണ്ട് സീരീസ് നോക്കുവാണെങ്കിൽ വൈഭവ് സൂര്യവംശിയുടെ എല്ലാ കോൺഫിഡൻസും എടുത്ത് കളഞ്ഞു. വൈഭവ് സൂര്യവംശി ഇംഗ്ലണ്ട് സീരീസിലല്ലായിരുന്നു കളിപ്പിക്കേണ്ടത്, അയർലൻഡ് സീരീസിലായിരുന്നു. അവിടെ കോൺഫിഡൻസ് കൊടുക്കണമായിരുന്നു. പക്ഷേ പ്രഷറിൽ സഞ്ജു സാംസനെ മാറ്റിയിട്ട് പിന്നെ കൊണ്ടുവരുന്നു, അവിടെ പ്രഷർ ആവുന്നു, റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല. ജോ ഫാർച്ചർ വന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ഷോർട്ട് പിച്ച് ബോൾ ബോഡിയിൽ തന്നെ എറിഞ്ഞ് എക്സ്പോസ് ചെയ്ത് എടുക്കുന്നു. നീ 2, 3, 4 സിക്സ് അടിച്ചോ, പക്ഷെ 10 ബോളിനകത്ത് നിന്നെ എടുക്കുമെന്നുള്ളൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു, എടുക്കുന്നു. സോ സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. പേഷ്യൻസ്, സിംഗിളും ഡബിളും ഒക്കെ എടുത്ത് പെതുക്കെ അടിച്ചാൽ മതിയോ, അതോ ഫസ്റ്റ് തന്നെ അടിക്കാൻ നിൽക്കണോ എന്നുള്ളതൊക്കെ വൈഭവ് സൂര്യവംശി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ സ്പോഞ്ചി ബൗൺസ് ആണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്പീഡോ പേസോ മേ ബി പിച്ചിൽ നിന്ന് കിട്ടത്തില്ല. സോ അതിനെയൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്, കണ്ടീഷനെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് സൂര്യവംശി എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇഷാൻ കിഷൻ്റെ എനിക്ക് തോന്നുന്നു ഭാവി തന്നെ തുലാസിലാണ്. ഇഷാൻ കിഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസാണ്. പ്രഭാബ് സിംരനെ കൂട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പറിനെ ക്യാരി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രഭാബ് സിംരൻ പെർഫോമൻസും BCC നോക്കി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക, അതായത് നമുക്കൊരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ക്യാരി ചെയ്യാൻ കഴിയൂ എന്നുള്ളതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൾറെഡി ഹൈറ്റ് കുറവാണ്, ഷോർട്ട് പിച്ച് ഡെലിവറിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇഷാൻ കിഷൻ വരുമ്പോഴത്തേക്ക് 2 സ്ട്രാറ്റജിയാണ്. ഒന്ന് ഷോർട്ട് പിച്ച് ബോൾ ഇട്ട് കൊടുക്കും,
അടുത്തത് സ്പിന്നർമാരെ കൊണ്ടുവരിക. ഹാരി ബ്രോക്ക് ചെയ്തത് അങ്ങനെയാണ്. സ്പിന്നർമാരെ കൊണ്ടുവന്നിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിയിക്കും. അടിക്കണമെങ്കിൽ നീ ലോങ് ഓണിൻ്റെ മണ്ടേ കൂടെ അടിച്ചോണം, അല്ലെങ്കിൽ മിഡ് വിക്കറ്റിൻ്റെ മണ്ടേ കൂടെ അടിച്ചോണം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്, ലെഗ് സൈഡിൽ ഇട്ട് കൊടുക്കത്തേ ഇല്ല. ഇഷാൻ കിഷൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് നോക്കുവാണെങ്കിൽ സ്ക്വയർ ആണ്. സ്ക്വയറിന് മണ്ടേ കൂടെയാണ് കൂടുതൽ ബൗണ്ടറി നടത്തുക. പക്ഷേ ആ രീതിയിൽ ഇഷാൻ കിഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ബോളർമാർ കൊടുക്കാറില്ല. അതിനെ എത്രമാത്രം ബെറ്റർ ആക്കാൻ കഴിയും. പിന്നെ മറ്റൊരാളാണ് തിലക് വർമ്മ. ഞാൻ പറഞ്ഞ പോലെ 108ന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് സ്പിന്നർമാർക്കെതിരെ ഉള്ളത്. എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? റിങ്കു സിംഗ് ടീമിൻ്റെ ഒപ്പം ഉണ്ട്. എനിക്കറിയില്ല റിങ്കു സിംഗിന് ഈ ടീമിനകത്ത് ഇടം കിട്ടുമോ. ഇവരെ ഒരു സ്ട്രാറ്റജി പ്രകാരം തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റൻ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല ഒറ്റയടിക്ക്. സോ തിലക് വർമ്മ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 220 റൺസ് കണ്ടെത്തേണ്ടടുത്ത് നമ്മൾ 170 160 ഒതുങ്ങി പോവാണ് തിലക് വർമ്മയുടെ ബാറ്റിംഗ്. തീർച്ചയായിട്ടും തിലക് വർമ്മയ്ക്കെതിരെയും ചെയ്യുന്നത് പേസ് ഓഫ് ചെയ്ത് തന്നെയാണ് തിലക് വർമ്മയ്ക്കെതിരെ ബോൾ ചെയ്യാറുള്ളത്. പേസ് കൊടുക്കാറില്ല തിലക് വർമ്മയ്ക്ക്. തിലക് വർമ്മ വരുമ്പോഴത്തേന് കൂടുതൽ അവർ ചെയ്യുന്നത് സ്പിന്നർമാരെ കൊണ്ടുവരും. നോക്കുവാണെങ്കിൽ അവർക്കും നല്ല ഓൾറൗണ്ടർമാരുണ്ട്, ഓഫ് ബ്രേക്ക് ബോളർമാരുണ്ട്. സിക്കന്ദർ റാസ അടക്കമുള്ളവർക്ക് മിഡിൽ ഓർഡറിനകത്ത് വന്നിട്ട് എറിയാൻ കഴിയും. സോ തിലക് വർമ്മയെ സംബന്ധിച്ചിടത്തോളവും ഈ T20 സ്കീമിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിംബാബ്വേയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. T20 സീരീസിനകത്ത് ODI സീരീസിനകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തത് നമുക്കൊരു ഫിനിഷർ ഇല്ലാതെ പോയി. നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കുവാണെങ്കിൽ ഓൾറൗണ്ടർമാരുടെ സിദ്ധാന്തമാണ് ഒരു ചെറുതായിട്ട് വന്ന് ഓഫ് ബ്രേക്ക് എറിയുന്നവരെയൊക്കെ നമ്മൾ പിടിച്ചങ്ങ് പൊക്കുവാണ് വലുതായിട്ട്. നീയാണ് ഇന്ത്യയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ. ഞാൻ ആലോചിക്കുമായിരുന്നു യുവരാജ് സിംഗും സുരേഷ് റെയ്നയും യൂസഫ് പത്താനെ കൂട്ടൊക്കെ ഉള്ള നല്ല ഓൾറൗണ്ടർമാർ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കാല്, മുക്കാല്, അര എന്ന് പറയുന്ന ഓൾറൗണ്ടർമാർക്ക് വേണ്ടി പോവുകയാണ്. എന്താണ് ബാറ്റ് ചെയ്യാൻ അറിയത്തില്ല, ബോൾ ചെയ്യാൻ അറിയത്തില്ല. ശിവൻ ദുബൈക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടതാണ് CSKക്ക് ആ ഒരു നമ്പർ 6 റോളിലൊന്നും അത്രമാത്രം പെർഫോമൻസ് ചെയ്യാൻ കഴിയാറില്ല. ആ ശിവൻ ദുബൈ എത്രമാത്രം എക്സ്പെക്ട് ചെയ്യാൻ കഴിയും നമുക്ക് ഈ ഒരു പിച്ചുകളിൽ? വലിയൊരു കൺസേൺ ആയിട്ട് നിൽക്കുവാണ് ഇന്ത്യൻ ടീമിന്റെ ഫിനിഷർ റോൾ. ശിവൻ ദുബൈ, റിങ്കു സിംഗിനെ കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇനി ഇന്ത്യൻ ടീമിന്റെ ബോളിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ കുൽദീപ് യാദവിനെ നമ്മൾ നോക്കുവാണെങ്കിൽ മിസ് ചെയ്യുന്നു. നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ബോളറാണ്, റെസ്റ്റാണ് കുൽദീപ് യാദവിന്. രവി വിഷ്ണോയെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. രവി വിഷ്ണോയെ നോക്കുവാണെങ്കിൽ പ്രെഡിക്റ്റബിൾ ആണ്, എല്ലാവർക്കും അറിയാം രവി വിഷ്ണുവിടെ ബോൾ വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബോളറാണ്. ഗൂഗിൾ എറിയുന്നൊരു ബോളറാണ്, അതാണ് ഒരു വേരിയേഷൻസ്. കൂടുതൽ നോക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് ലെങ്തിൽ ബോൾ ചെയ്യുന്നൊരു ബോളറാണ്. ഈസി ആയിട്ട് ബാറ്റ്സ്മാൻമാർക്ക് അറിയാം ഇവന് വലിയ വേരിയേഷൻസ് ഇല്ല, ഇടയ്ക്കൊരു ഗൂഗിൾ കയറി വരാം, അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു വേരിയേഷൻസ് ഇല്ലാത്തൊരു ബോളറാണ്. രവി വിഷ്ണോയെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ T20യുടെ മെയിൻ ബോളറായിരുന്നു, പിന്നെയാണ് ആ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരു ബെസ്റ്റ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല രവി വിഷ്ണോയ്ക്ക്. രവി വിഷ്ണോയ്ക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ട്, ഇന്ത്യൻ ടീമിൻ്റെ സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രവി വിഷ്ണോയുടെ ആക്ഷൻ ചേഞ്ച് ചെയ്തത്, സൈഡ് ലൈനിൽ പോയിട്ട് നോ ബോൾ എറിയുകയാണ്. 3 നോ ബോളാണ് കഴിഞ്ഞ T20 സീരീസിനകത്ത് എറിഞ്ഞത്. ഇന്ത്യ പരാജയപ്പെടുത്താൻ മെയിൻ കാരണമായിട്ട് മാറി. ഏകദേശം 26 റൺസോ കൊണ്ട് കൊടുത്തു. അവിടെ നോക്കുവാണെങ്കിൽ രവി വിഷ്ണോയുടെ സ്പിന്ന് നോക്കുവാണെങ്കിൽ പഴയ ഒരു മൂർച്ചയില്ല. എങ്ങനെയാണ് രവി വിഷ്ണോയെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക ഈ സീരീസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയുടെ പേസ് ബൗളിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള പേസ് ബൗളിംഗ് ലൈനപ്പാണ്. അതായത് ഒരു 10 വിക്കറ്റ് പോലും തികച്ചില്ലാത്ത ബോളർമാരാണ് T20-യിനകത്ത്. മയങ്ക് യാദവ്, അശോക് ശർമ്മ, പ്രിൻസ് യാദവിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യാഷ് താക്കൂർ. മയങ്ക് യാദവ് എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. 140, 150+ ടച്ച് ചെയ്ത് എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ്. പക്ഷേ സിംബാബ്വെ കണ്ടീഷനകത്ത് അങ്ങനെയുള്ളൊരു ബോളറാണോ നമുക്ക് വേണ്ടത്? ആ ഒരു ഹിറ്റ് ദ ഡെക്ക് എറിയുന്ന ബോളറാണോ, അതോ പേസ് വെച്ച് എറിയുന്ന ബോളറാണോ, അതോ വേരിയേഷൻസ് കൊണ്ടുവരുന്ന ബോളറാണോ അവിടെ അത്യാവശ്യം? മയങ്ക് യാദവിൻ്റെ സ്ലോ ബോൾ പ്രസൻറ്റേഷനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പൂവറാണ്, ആ ഒരു റേഞ്ച് കാണാറില്ല. ഇനി അശോക് ശർമ്മയിലോട്ട് പോവുകയാണെങ്കിലോ പേസ് കൂട്ടി ബോൾ ചെയ്യുന്നൊരു ബോളറാണ് അശോക് ശർമ്മ. ഒരു വേരിയേഷൻസ്, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള പിച്ചിനകത്ത് ആ വേരിയേഷൻസ് ഒക്കെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുമോ? പ്രിൻസ് യാദവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ നോക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. ഒരുപാട് വൈഡ് എറിയുന്ന ഒരു ബോളറായിട്ട് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു നിക്ക് ബാക്ക് ഡെലിവറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ കൂടുതൽ ലെഗ് സൈഡിലാണ് ബോൾ പോകുന്നത്. ആ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ആ കൺട്രോൾ നോക്കുവാണെങ്കിൽ പ്രിൻസ് യാദവിനും കൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ യാഷ് താക്കൂർ നമ്മൾ കണ്ടതാണ്. IPL-നകത്താണെങ്കിലും ഇന്ത്യ A ടീമിന് വേണ്ടിയാണെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നത് യാഷ് താക്കൂർ ഞാൻ കണ്ടിട്ടില്ല. യാഷ് താക്കൂർ മേ ബി പ്ലേയിങ് 11-നകത്ത് ചാൻസ് വളരെ കുറവായിരിക്കാം. ഇന്ത്യ 3 പേസ് ബോളർമാരുമായിട്ട് പോകാനായിരിക്കും ചാൻസ്. പ്രിൻസ് യാദവും, അശോക് ശർമ്മയും, അതുപോലെ തന്നെ മയങ്ക് യാദവും. ഇതായിരിക്കും ഇന്ത്യയുടെ മെയിൻ പേസ് ബോളർമാർ. പക്ഷേ ഈ പേസ് ബോളർമാരെ കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എവിടെയോ ഒരു എക്സ്പീരിയൻസ് കുറവ് നമുക്ക് ഇവരിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സിംബാബ്വേയുടെ ബോളർമാരെയും നമ്മുടെ ബോളർമാരെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു 160, 170 സ്കോർ എടുക്കാൻ കഴിയുന്ന ബാറ്റ്സ്മാൻമാർ തന്നെയാണ് സിംബാബ്വേയുടെ. സോ ഇവർക്ക് എങ്ങനെ അവരെ ചലഞ്ച് ചെയ്യാൻ കഴിയും, എന്തായിരിക്കും ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് നോക്കി കാണണം. പ്രത്യേകിച്ച് VVS ലക്ഷ്മണന്റെ ഒരു കോച്ചിങ്ങിൽ ഇവരൊക്കെ ബെറ്റർ ആക്കാൻ കഴിയട്ടെ, അതാണ് ഒരു പ്രതീക്ഷ.
VVS ലക്ഷ്മണൻ ടീമിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളതാണ് ഒരു അത്യാവശ്യം നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു പ്രതീക്ഷ. ഇന്ത്യക്ക് എന്തായാലും T20 വേൾഡ് കപ്പിന് ശേഷം ഒരു ആദ്യത്തെ ഒരു വിജയം കൊണ്ടുവരാൻ ഇവർക്ക് ഈ സീരീസിലെങ്കിലും കഴിയട്ടെ.